മഴ തോരും മുമ്പേ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വിജയന്തിക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അവിടെ എല്ലാവരും ഉണ്ട്. ബാലചന്ദ്രനും ശിവനും രാജീവും എല്ലാവരും, മനുവും ഉണ്ട്. അപ്പോഴത്തേക്കും മനു പറയുന്നുണ്ട്, എന്തായാലും ഇങ്ങനെയൊന്നും ആരും പ്രതീക്ഷിച്ചില്ലല്ലോ, എന്താ ഇങ്ങനെ പറ്റാൻ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ്റെ അടുത്ത്. അതോ അലീനയെ അടുത്ത് ഈ വീട്ടിൽ നിന്ന് മാറണം, ഞാനാണെങ്കിൽ അല്ല എങ്കിൽ അവൾ പോകുമെന്നാണ് പറഞ്ഞ് അവളെ വീട്ടിലോട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞു വേണമെങ്കിൽ പൊയ്ക്കോ, അവളെ പക്ഷേ ഈ വീട്ടിൽ നിന്ന് മാറ്റാൻ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു. അങ്ങനെ ദേഷ്യം കൊണ്ട് കാറെടുത്തിട്ട് പോയതാ അങ്ങനെ സംഭവിച്ചത് എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. പിന്നെ എന്താണെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ മനു പറയുന്നുണ്ട്, എന്തായാലും അലീന എന്തായിരിക്കും സ്ഥിതി, അലീന അറിഞ്ഞാൽ എന്തായിരിക്കും എന്ന് പറയുന്നുണ്ട്. അവളിൽ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, എല്ലാം അറിഞ്ഞു. എന്നാലും അവൾക്ക് ഭയങ്കര വിഷമത്തിലായിപ്പോൾ. എന്തായാലും എൻ്റെ മകളായി തന്നെ അവൾ ആ വീട്ടിൽ വന്നത് ഇപ്പോൾ ഏറ്റവും നല്ലതായിട്ടാണ് ഞാൻ കരുതുന്നത്. എന്തായാലും അവരുടെ വീട്ടുകാരെ എന്നെ ചതിച്ചതല്ലേ, ഇപ്പോഴത്തേക്കും അവളും ഒന്നും അറിയാതെ പെട്ടെന്ന് ഒന്നും ചെയ്യാൻ പാടില്ല. അവളിവിടെ ഉണ്ടായിരിക്കണം, അവൾ എല്ലാ കാര്യങ്ങളും അറിയുകയും ചെയ്യണം. അതാ എനിക്കിപ്പോൾ വേണ്ടത് എന്ന് ബാലചന്ദ്രൻ മനുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. മനു പറയുന്നുണ്ട്, എന്തായാലും ഇനി വൈരാഗ്യമൊന്നും വെച്ച് സംസാരിക്കുകയൊന്നും വേണ്ട, ഇനി ഒന്നും വിചാരിക്കുകയും വേണ്ട, ഇനി നല്ലതായിട്ട് വരട്ടെ, നമുക്ക് അങ്ങനെ തന്നെ ആഘോഷിക്കാം. എന്തായാലും സന്തോഷമുള്ളൊരു കാര്യമാണ് അലീന വൈജയന്തിയുടെ മോളെന്ന് അറിഞ്ഞ കാര്യം. അത് എനിക്കൊരു വളരെ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. അതിനിടയ്ക്ക് ഇതൊരു ദുഃഖ വാർത്തയായി മാറുകയും ചെയ്തിരുന്നു. എന്തായാലും ഇനി അറിയുന്ന ദിവസത്തേക്ക് കാത്തിരിക്കുകയാണ് നമ്മൾ. അങ്ങനെ രാജീവും ബാലചന്ദ്രനും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും അലീനയെ വീട്ടിൽ നിന്ന് പുറത്താക്കണം, ഇനി അവൾക്ക് വീട്ടിൽ വന്ന സന്തോഷം സമാധാനം നീ കൊടുക്കണം എന്ന് പറയുന്നുണ്ട് ബാലചന്ദ്രൻ്റെ അടുത്ത്. അപ്പോഴത്തേക്കും പറയുകയാണ്, ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവുമെന്ന് നീ പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്നാലും ഇത് തന്നെ സംഭവിക്കും എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. കാര്യം എന്തെന്ന് വെച്ചാൽ അലീനയെ ഒരിക്കലും എൻ്റെ മകളാണ്, ഒരിക്കലും ഞാൻ ആ വീട്ടിൽ നിന്ന് പുറത്താക്കില്ല. വേണമെങ്കിൽ നിങ്ങളെ സഹോദരി നിങ്ങളെ വീട്ടിൽ കൊണ്ടുപോയിക്കോ, എന്നാലും അവളെ മാറ്റുന്ന പ്രശ്നമില്ല, അത് ആരും നോക്കുകയും വേണ്ട, എങ്കിൽ എൻ്റെ സ്വഭാവം നിങ്ങൾ മനസ്സിലാക്കും എന്ന് പറയുന്നുണ്ട്. എന്തായാലും രാജീവും ബാലചന്ദ്രനും പറയുന്നത് കേട്ട് ശിവൻ പറയുന്നുണ്ട്, എന്തായാലും ഇപ്പോൾ ഇത്തിരി ധൈര്യം കിട്ടിയതുപോലെ അവൻ്റെ സംസാരം. പണ്ടാണെങ്കിൽ നമ്മുടെ അടുത്ത് ഒച്ചത്തിൽ സംസാരിക്കാത്ത ആളാണ്, ഇപ്പോഴത്തേക്ക് എന്തൊരു ധൈര്യം കിട്ടിയതുപോലെ അവൻ്റെ ഒരു സ്വഭാവത്തിലെ ഒരു മാറ്റം എന്ന് ശിവൻ പറയുന്നുണ്ട്. അതെ, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്, എന്തോ അറിഞ്ഞതുപോലെ വൈരാഗ്യത്തോടെ സംസാരിക്കും പോലെയാണ് ഇപ്പം അവൻ്റെ നമ്മുടെ അടുത്ത് എല്ലായിടത്തും പ്രവൃത്തി. എന്തായാലും നമുക്കത് മനസ്സിലാക്കാം, കണ്ടുപിടിക്കുകയും ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശിവൻ വിളിച്ച് പറയുന്നുണ്ട്, ബാലചന്ദ്രൻ ഹോസ്പിറ്റലിലാണ്, എന്തായാലും അവളെ ഇറക്കാൻ പറ്റിയ സമയമാണ് വീട്ടിൽ നിന്ന്. അങ്ങനെ രാജീവിൻ്റെ ഭാര്യയെടുത്ത് വിളിച്ച് പറഞ്ഞ് പിള്ളേരും എല്ലാവരുമായിട്ട് ആ വീട്ടിലോട്ട് തിരിച്ചു പോകാൻ നിൽക്കുക, എങ്ങനെയെങ്കിലും അലീനയെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞ്. അങ്ങനെ അവരെല്ലാവരും കൂടെ പോവുകയാണ് അലീനയെ പുറത്താക്കാൻ വേണ്ടി. അങ്ങനെ അവിടെ എത്തിയതും കൃഷ്ണ അവിടെ ഇരിപ്പുണ്ട്. കൃഷ്ണ ചോദിക്കുന്നുണ്ട്, എന്താ എല്ലാവരും കൂടെ? അതോ നിൻ്റെ അലീന ചേച്ചി ഞങ്ങൾ പുറത്താക്കാൻ പോവുക, ഇനിയും അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് പിടിക്കേണ്ട, നിങ്ങൾ മര്യാദയ്ക്ക് പോകുന്നതാണ് നല്ലത് എന്ന് കൃഷ്ണ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും രാജുവിൻ്റെ ഭാര്യ പറയുന്നുണ്ട്, എന്തായാലും ഞങ്ങൾ വന്ന കാര്യം സഹായിച്ചിട്ടേ പോവുള്ളൂ, അവൾ പുറത്ത് പോവുക, നിൻ്റെ അമ്മയ്ക്ക് സമാധാനം കിട്ടാതെയാണ്, മനസ്സിലായല്ലോ. എനിക്കും വിഷമമുണ്ട്, അമ്മയ്ക്ക് ഈ സംഭവം നടന്നതിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞ് അലീന ചേച്ചി ഒന്നും ചെയ്തില്ലല്ലോ, അലീന ചേച്ചി ഈ വീട്ടിൽ നിന്ന് പുറത്താക്കേണ്ട ഒരു കാര്യവുമില്ല, അത് നിങ്ങൾ ചെയ്താൽ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്ത കാര്യം അറിയാമല്ലോ എന്ന് പറയുന്നുണ്ട്. എൻ്റെ അച്ഛൻ്റെ കാര്യമോ, അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരിക്കൽ നമുക്ക് മനസ്സിലായതല്ലേ. അപ്പോഴത്തേക്കും വൈജയന്തിൻ്റെ മോൻ പറയുന്നുണ്ട്, എന്തായാലും അവളെ ഫോൺ ആദ്യം എടുത്ത് മാറ്റണം, അല്ലെങ്കിൽ അച്ഛനെ ഉടനെ വിളിച്ച് പറഞ്ഞ് ഇവിടെ അച്ഛൻ വരും എന്ന് പറയുന്നുണ്ട്. എന്തായാലും അവളെ എല്ലായിടത്തും ഫോണും എല്ലായിടത്തും മാറ്റുന്നുണ്ട്. മാറ്റിയിട്ട് എല്ലാവരും അലീനയുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. നീ ഈ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിക്കോണം, നീയാ എല്ലാത്തിനും കാരണം, നീ എല്ലാം പാക്ക് ചെയ്ത് ഇപ്പോൾ ഇറങ്ങണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വൈജയന്തിൻ്റെ മോൻ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ദേഷ്യത്തോടെ. അങ്ങനെ ഇറങ്ങിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഉപദ്രവിക്കാൻ പോയപ്പോഴത്തേക്കും അലീനയും പ്രതികരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് വളഞ്ഞിട്ട് ഉപദ്രവിക്കുകയാണ് അലീനയെ. നീ എന്തിനാ ഈ വീട്ടിൽ നിൽക്കുന്നത്, നീ ഈ വീട്ടിൽ നിന്ന് പോയാലേ ഞങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ ബാലചന്ദ്രനാ നീൻ്റെ എല്ലാമെന്ന് പറഞ്ഞാൽ നീ ഇപ്പോൾ കാണിക്കുന്നത്. എന്തായാലും അത് നിൻ്റെ അഹങ്കാരമാണ്, അത് ഒരിക്കലും നടക്കില്ല, നീ ഇപ്പോൾ തന്നെ ഇറങ്ങണമെന്ന് പറയുന്നുണ്ട്. ഇല്ല
ഇല്ല, ഞാൻ അച്ഛൻ വന്നിട്ടേ ഞാൻ പോകത്തുള്ളൂ, അച്ഛനെ എൻ്റെ അടുത്ത് പറഞ്ഞ് ഈ വീട്ടിൽ നിൽക്കാൻ, അച്ഛൻ്റെ അടുത്ത് ചോദിച്ചിട്ടേ ഞാൻ പോവുള്ളൂ എന്ന് പറയുന്നു. അതൊരിക്കലും നടക്കില്ല, നീ ഇറങ്ങാൻ പറഞ്ഞില്ലേ, ബാഗ് പാക്ക് ചെയ്ത്. അങ്ങനെ അലീനയാണെങ്കിൽ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴത്തേക്കും കൃഷ്ണ പറയുന്നുണ്ട്, ചേച്ചി പോകരുത്, എന്തായാലും അച്ഛൻ വന്നിട്ട് പോകാം, അച്ഛൻ പറഞ്ഞതല്ലേ, ഇവർ പറയുന്നത് കേൾക്കരുത്, എന്തായാലും ഇവരെല്ലാവരും